നമ്മൾ എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എത്ര കഴിക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എങ്ങനെ കഴിക്കണം എന്ന് അധികം ആരും സംസാരിച്ച് കേൾക്കാറില്ല. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മൾ ഭക്ഷണം എങ്ങനെ കഴിക്കണം, എങ്ങനെ കഴിക്കുന്നത് ശീലമാക്കണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ്. മൈൻഡ്ഫുൾ ഈറ്റിംഗ്. മൈൻഡ്ഫുൾ ഈറ്റിംഗ് നമ്മൾ എല്ലാവരും ശീലമാക്കേണ്ട, മുതിർന്നവരല്ല, ചെറുപ്പം തൊട്ടേ നമ്മൾ ശീലമാക്കേണ്ടതും കുട്ടികളിൽ ആ ഒരു ശീലം വളർത്തിയെടുക്കേണ്ടതുമാണ്. മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്താണെന്നല്ലേ ഇപ്പൊ പറഞ്ഞുതരാം. മൈൻഡ്ഫുൾ ഈറ്റിംഗിലൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാവരും കുടുംബത്തോടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. കഴിക്കുമ്പോൾ വർത്തമാനം പറയാം, പക്ഷെ മിതമായി. അതേസമയം നമ്മൾ മറ്റ് ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാതെ ഭക്ഷണത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കഴിക്കുന്നതിനെയാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സൗത്ത് ഇന്ത്യക്കാര് പൊതുവെ ഇന്ത്യക്കാരെല്ലാവരും കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ സ്പൂണോ അല്ലെങ്കിൽ മറ്റ് ഉപകരണങ്ങളോ ഉപയോഗിച്ചിട്ടല്ല ഭക്ഷണം കഴിക്കാറ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൈയിലൂടെ ഭക്ഷണം എടുത്താണ് കഴിക്കാറ്. ഇത് മൈൻഡ്ഫുൾ ഈറ്റിംഗിന്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ വെസ്റ്റേൺ കൾച്ചറിൽ അവർ ഈ ഒരു ശീലം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കണം എന്ന് പറയുന്നത്? മൈൻഡ്ഫുൾ ഈറ്റിംഗിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായിട്ട് ഒരു കണക്ഷൻ വരികയാണ്. അതുവഴി നമ്മുടെ ബോഡി ഡൈജഷൻ, അതായത് ദഹന പ്രക്രിയയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അതിന് നമ്മൾ ബ്രെയിനിനോട് പറയണം, നമ്മൾ കഴിക്കാൻ പോവുകയാണ്, ഞാൻ കഴിക്കാൻ വേണ്ടി ഭക്ഷണം തൊടുകയാണ്, അത് വായിലേക്ക് ഇടുന്നു, അതിനുശേഷം ചവയ്ക്കുന്നു. സോ ഇറ്റ്സ് എ പ്രോസസ്. അത് നമ്മുടെ ബ്രെയിനിൽ പ്രോസസ് ചെയ്ത് ഡൈജഷൻ ജ്യൂസ്, അതായത് ദഹനത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ജ്യൂസ് ബോഡിയിൽ പ്രൊഡ്യൂസ് ആവണം. അതുവഴിയേ ബോഡിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ആവുള്ളൂ. സോ ചുമ്മാ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് അവർ മെലിഞ്ഞു പോകുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. റൈറ്റ് ഫുഡ് റൈറ്റ് ടൈമിൽ കൊടുക്കുന്നതോടൊപ്പം ശരിയായ രീതിയിൽ കൂടെ കൊടുക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലേറ്റവും കൂടുതൽ എല്ലാവരും ചെയ്യുന്ന തെറ്റാണ് മൊബൈൽ ഫോൺ കൊടുക്കുക. അങ്ങനെയെങ്കിലും കൊച്ചുങ്ങൾ അടങ്ങി ഒതുങ്ങിയ ഒരു ഭാഗത്ത് ഇരിക്കുമല്ലോ എന്നുള്ളതാണ് വലിയൊരു ന്യായം. പക്ഷെ അത് നിങ്ങളുടെ കുട്ടികളെ തന്നെയാണ് ആപത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സോ ട്രൈ അണ്ടിൽ യു സക്സീഡ്. ഒരു ദിവസം അവർ ഒതുങ്ങിയിരിക്കും. ഓടട്ടെ, ഓടുമ്പോ നമുക്ക് ഓടാലോ കൂടെ, അല്ലേ? കുട്ടികളാവുമ്പോൾ കുറച്ച് കുറുമ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ പിന്നാലെ ഓടി ആ ഒരു ഫ്ലോയിൽ ഭക്ഷണം കൊടുക്കുക. അല്ലെങ്കിൽ അത് ജനിച്ച ആ ഒരു സമയം തൊട്ട് തന്നെ ശീലമാക്കിപ്പിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ അടങ്ങി ഒരു ഭാഗത്ത് ഇരിക്കണം, എന്നിട്ട് അവരെന്നെ കഴിക്കട്ടെ. വാരി കൊടുക്കുന്ന ഒരു ശീലവും നിർത്തലാക്കണം. അതായത് ഒരു ഏജ് ആവുമ്പോൾ കുട്ടികൾ സ്വയം വാരി കഴിക്കാൻ തയ്യാറാവുന്ന സമയത്ത് അവർ തന്നെ വാരി കഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ആക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിനോട് യോജിക്കുന്നവർക്ക് യോജിക്കാം, പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായം പറയും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.